പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഓഫീസിൽ വെച്ച് അവർണിക അജാസിനെ വീണ്ടും കണ്ടുമുട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അജാസ് ആണെങ്കിൽ വീണ്ടും അവർണികയെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളും കെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗീതു ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഈയിടെ ആയിട്ട് അവർണികയെ കുറച്ച് കെയർ ചെയ്യുന്നത് കുറച്ച് ഇക്കയ്ക്ക് കൂടിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് എന്നിങ്ങനെ ആക്കി പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അജാസ് ആണെങ്കിലും പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് പറ്റിയ അവർണികയ്ക്ക് പറ്റിയ ഒരാളെ തന്നെ കയ്യിൽ ഏൽപ്പിക്കണം, അത് നിങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമാണ്, അവൾക്ക് നല്ലൊരു ലൈഫ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗീതു ആണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ആജാസിക്കൊക്കെ എന്തോ ഒരു അടുപ്പം അവർണികയുടെ അടുത്ത് ഉണ്ടല്ലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. ശേഷം അറക്കൽ തറവാട്ടിൽ കേക്ക് മുറിക്കാനായിട്ട് ഗീതു തീരുമാനിക്കുകയാണ്. മറ്റൊന്നും ആയിരിക്കില്ല, ഗീതുവിൻ്റെ അച്ഛനെ പറ്റിയുള്ള വിവരം അറിഞ്ഞല്ലോ, ആ ഒരു സന്തോഷത്തിലായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ രാധികാമ്മയാണെങ്കിൽ കാഞ്ചനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവിടെ ഒരു കേക്ക് മുറിയൊക്കെ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാഞ്ചന പറയുന്നുണ്ട്, മറ്റൊന്നും അല്ല, ഗീതു പാപ്പയുടെ അച്ഛനെ കണ്ടുകിട്ടി, ഇപ്പോൾ വിവരം കിട്ടി, ലെറ്റർ അയച്ചു എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ രാധികാമ്മയ്ക്ക് ആകെ അന്തം വിടുകയാണ്. കാരണം ഇവരാണല്ലോ കൊന്നത്, ആ ആളെങ്ങനെ ലെറ്റർ അയക്കുക, എങ്ങനെ അവരുടെ വിവരം കിട്ടുക എന്ന് പറയുമ്പോൾ രാധികാമ്മയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനാവാണ്. ഇതറിയുമ്പോൾ വരുണിനും ആകെ ടെൻഷനാവാണ് ചെയ്യുന്നത് കേട്ടോ. ഇവർ രണ്ടുപേരും കൂടിയാണല്ലോ ഒപ്പിച്ചത്. എന്നിട്ട് പിന്നെ അവർ കേക്ക് മുറിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയം നമ്മുടെ പ്രിയ എഴുന്നേറ്റ് നിന്നിട്ടായിരിക്കും കേക്ക് മുറിക്കാനായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോവിന്ദാണെങ്കിൽ ആകെ കൺഫ്യൂഷനാവാണ്. എന്നാലും ഭദ്രൻ ശരിക്കും ജീവിച്ചിരിക്കുന്നുണ്ടാവും, അത് ആരായിരിക്കും ആ ലെറ്റർ അയച്ചത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ ഒരു ആലോചനേൻ്റെ ഇടയ്ക്ക് ആ പ്രിയയുടെ എഴുന്നേറ്റ് നിന്നിട്ട് കേക്ക് മുറിക്കുന്നതും ഒന്നും തന്നെ ഗോവിന്ദ് ശ്രദ്ധിക്കുന്നുണ്ടാവില്ലായിരിക്കും കേട്ടോ. അപ്പോൾ ഗീതു ആണെങ്കിലും പറയുന്നുണ്ട്, കണ്ണേട്ടൻ എന്താ ഒരു സന്തോഷമില്ലാത്തത്, പ്രിയ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ടും കണ്ണേട്ടൻ എന്താ സന്തോഷമില്ലാത്തതെന്ന് പറയുമ്പോൾ ആരും ക്ലാപ്പ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഗോവിന്ദ് ചെയ്യണ്ടേ എന്നുള്ള രീതിക്ക് ഇങ്ങനെ ക്ലാപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എല്ലാവർക്കും എന്തോ ഒരു സംശയം പോലെ തോന്നുകയാണ് കേട്ടോ ഗോവിന്ദനെ. എന്ത് പറ്റി എന്നുള്ള രീതിക്ക് ഗീതു ആണെങ്കിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെ ആക്ട് ചെയ്യുന്ന പോലെ ക്ലാപ്പ് ചെയ്യുന്നത് എന്നിങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വിശേഷങ്ങൾ അറിയാൻ എത്രയും പെട്ടെന്ന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.